റഷീദ്, അത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഇന്ന് നടക്കാനിരിക്കുന്ന സർവകക്ഷി യോഗം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും, ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പങ്കെടുക്കും, വിവിധ സേനാ മേധാവികൾ ഈ സർവകക്ഷി യോഗത്തിലുണ്ടാകും. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രധാനമായും ഈ സർവകക്ഷി യോഗത്തിലുണ്ടാകുക? സുന്ദരി, ക്ഷമിക്കണം വിനീഷ, ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം തന്നെ ഈ സൈനിക മേധാവികൾ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഒരു വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ചും ഇത് ഏത് മുഖേനയാണ് ഇത്തരത്തിൽ ഒരു ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഓപ്പറേഷനുകൾ ആസൂത്രണം ചെയ്തിട്ടുള്ളതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നാവികസേനയുടെയും അതോടൊപ്പം മറ്റു കരസേനയുടെയും ഒക്കെ ഉദ്യോഗസ്ഥർ നമുക്ക് വിവരിച്ച് നൽകിയത്. അതേസമയം ഇന്ന് നടക്കുന്ന ഈ യോഗത്തിൽ കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം കേന്ദ്ര സർക്കാർ നൽകിയേക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. സർക്കാരിൻ്റെ നീക്കങ്ങൾക്ക് നേരത്തെ തന്നെ പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഈ ഭീകരവാദത്തിനെതിരെ സർക്കാർ എടുക്കുന്ന നടപടികൾ, അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ ഭീകരവാദത്തെ ചെറുത്തു നിൽക്കുന്നതിന് കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാടുകളോട് പൂർണ്ണ സമ്മതമാണ്, അല്ലെങ്കിൽ പൂർണ്ണ പിന്തുണയാണ് പ്രതിപക്ഷ പാർട്ടികൾ നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ കൂടുതൽ പിന്തുണ നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലുള്ള ലക്ഷ്യം. അതോടൊപ്പം ഈ സർവകക്ഷി യോഗത്തിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട തുടർ നടപടികളൊക്കെ തന്നെയും വിശദീകരിക്കും. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ വിശദീകരിക്കും. പ്രത്യേകിച്ചും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തന്നെയാണ് പ്രതിപക്ഷത്തിന് പോലും, അല്ലെങ്കിൽ മറ്റു ഈ വിഭാഗങ്ങൾക്ക് പോലും ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകാതെ തന്നെയാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനെതിരെ ഇന്ത്യ കനത്ത പ്രഹരം ഏൽപ്പിച്ചത്. ഇത് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെയും ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഏത് മുഖേനയാണ് ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ സൈന്യവും അതോടൊപ്പം കേന്ദ്ര സർക്കാരും മുന്നോട്ട് വെച്ചത് എന്നുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ ഈ യോഗത്തിൽ അവതരിപ്പിച്ചേക്കും. പ്രധാനമായും നേരത്തെ തന്നെ ഈ ഒരു യോഗം വിളിച്ചു ചേർക്കണമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളൊക്കെ തന്നെയും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പ്രത്യേക പാർലമെൻറ്റ് അടക്കം വിളിച്ചു ചേർക്കണമെന്ന കാര്യങ്ങളൊക്കെ തന്നെയും പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഇന്ന് 11 മണിയോട് കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട സർവകക്ഷി യോഗം ചേരുന്നത്. പാർലമെൻറ്റിനകത്ത് വെച്ചായിരിക്കും യോഗം ചേരുന്നത്. യോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അതോടൊപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷായും കൂടുതൽ വിവരങ്ങൾ വിശദീകരിക്കും. അതോടൊപ്പം പാകിസ്ഥാന് തിരിച്ചടി നൽകുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ എങ്ങനെയായിരിക്കും കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വിശദീകരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം കഴിഞ്ഞ സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തില്ല. ഒരു പക്ഷേ ഈ യോഗത്തിൽ പങ്കെടുത്തേക്കുമെന്നുള്ള സൂചനയും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. കൂടുതൽ നാവികസേനയുടെ അതോടൊപ്പം കരസേനാ മേധാവികളുടെയും യോഗങ്ങളും ഇന്ന് ദില്ലിയിൽ ചേരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രകോപനം തുടരുകയാണെങ്കിൽ ഏത് രീതിയിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നും ഉണ്ടായേക്കും. ഒരു പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഇന്നുണ്ടാകും എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ചില സൂചനകൾ. അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ കരസേനയുടെയും അതോടൊപ്പം നാവികസേന വ്യോമസേനയുടെയും ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇപ്പോൾ നമുക്ക് സൂചനകളിൽ ലഭ്യമാകുന്നു. എന്തായാലും ഈ സിന്ദൂർ 2.0യുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ വിശദാംശങ്ങളും ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിൽ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ 11 മണിയോട് കൂടി പാർലമെൻറ്റിനകത്ത് വെച്ചാണ് സർവകക്ഷി യോഗം ചേരുന്നത്. വിനിഷ.